വെൽക്കം ബാക്ക്. സോ മക്കളെ, നമ്മൾ കാത്തിരുന്ന ട്രയൽ അലോട്ട്മെന്റ് അങ്ങനെ വന്നു. കിട്ടിയ ആൾക്കാർക്ക് സന്തോഷമായിരിക്കും, കിട്ടാത്ത ആൾക്കാർ ദുഃഖത്തിലായിരിക്കും. കിട്ടാത്ത ആൾക്കാർ ദുഃഖിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ഇത് ട്രയലാണ് വന്നത്. ഇനി ട്രയൽ വന്നില്ലെങ്കിൽ പോലും ഫസ്റ്റ് അലോട്ട്മെന്റ് വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫസ്റ്റ് സപ്ലിമെന്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി വരാനുണ്ട്. സാധ്യതകൾ ഒരുപാടാണ്. പക്ഷെ അതിനു മുൻപ് കിട്ടിയവരും കിട്ടാത്തവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കിട്ടാത്തവർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? ഇതൊരു ട്രയൽ ആണ്. നമ്മൾ പേര് പറയുന്ന പോലെ ട്രയലിൽ കിട്ടി എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഫസ്റ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയാൽ പോലും ഫസ്റ്റിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. പോസിബിലിറ്റി കൂടുതലാണ്. നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. എത്രാമത്തെ ഓപ്ഷനിലാണ് നമുക്ക് കിട്ടിയെന്നൊക്കെ അറിയാനുള്ള ഒരു ട്രയൽ മാത്രമാണ് നടക്കുന്നത്. കിട്ടാത്തവർ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പറയാൻ പോവാണ്. കിട്ടാത്ത ആളുകൾ ശ്രദ്ധിക്കുക, മാക്സിമം ഓപ്ഷൻസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക. പുതുതായിട്ട് നിങ്ങൾക്ക് മറ്റു ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെ, ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ചില കുട്ടികൾ എന്ത് ചെയ്താൽ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നേരം 2 സ്കൂൾ മാത്രം സെലക്ട് ചെയ്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. ഫുൾ A+ കിട്ടിയെന്നുള്ള ചിലപ്പോ നമ്മൾ 1-2 സ്കൂൾ ആയിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ. കഴിഞ്ഞ വർഷം പല കുട്ടികളും ചെയ്ത അബദ്ധങ്ങൾ ഒന്നാണത്. 2 എന്നല്ല, ചിലപ്പോൾ 5 സ്കൂൾ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര വേണം സ്കൂൾ ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ മാക്സിമം സ്കൂൾ ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ. അപ്പൊ അതാണ് കൂടുതൽ ഓപ്ഷൻസ് ആഡ് ചെയ്യുക. എഡിറ്റിംഗ് സാധ്യമാണ്, നിങ്ങൾക്ക് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാം. ഇനി ആർട്ടി കിട്ടിയവരിൽ തന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്കൂളോ കോഴ്സോ ആയിരിക്കും കിട്ടിയത്. അവർക്ക് എന്താണ് ചെയ്യാനുള്ളത്? അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാം. അതെ, നിങ്ങൾ ആദ്യം വെച്ച ഓപ്ഷൻ ആണ് കിട്ടിയത്, അത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ, ദൂരെയുള്ള സ്കൂളാണോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സ്ട്രീം കോഴ്സ് ആണോ എടുത്തതെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് 5ാമത് വെച്ചതെടുത്ത് 1ാമത് വെക്കാം, 10ാമത് വെച്ചെടുത്ത് 5ാമത് വെക്കാം. നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് സാധ്യമാണ്. അതേപോലെ ഒരു കാര്യം കൂടെ ആട്ടി, ചില കുട്ടികൾക്ക് ചില സ്കൂൾ വെക്കാൻ വിട്ടുപോയി കാണും. അവർക്ക് ഇനി സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കാണും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം. അപ്പൊ പുതിയ ഓപ്ഷൻസ് കിട്ടാത്തവർ മാക്സിമം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്കൂൾ ആയിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ആയിരിക്കണം. വെറുതെ ഒരു സ്കൂൾ ആഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് 100% ഉറപ്പുള്ള സ്കൂൾ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റ് തുടങ്ങിയാൽ പിന്നെ നമുക്ക് എഡിറ്റിംഗ് സാധ്യമേ അല്ല. പിന്നെ തേർഡ് വരെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാന്നല്ലാണ്ട് റീഅറേഞ്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും, പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യലൊന്നും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എഡിറ്റിംഗ് സാധ്യമായിട്ടുള്ളത് ട്രയലിന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അപേക്ഷയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റ് വേണമെങ്കിൽ, ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ എല്ലാം ഇപ്പോൾ തന്നെ ചെയ്യാം അല്ലെ. യെസ്, അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചാനൽ തന്നുകൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ.